എം സ്വരാജിന്റെ പരാജയത്തിന് ശേഷം വലിയ ആഘോഷമാണ് കേരളത്തിൽ നടക്കുന്നത്. ആരൊക്കെയാണ് ആഘോഷിക്കുന്നത്? സ്വാഭാവികമായും UDF ആയിരിക്കും എന്നായിരിക്കും മറുപടി. UDF ആഘോഷിക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. UDF ആണ് ജയിച്ചത്, അവർക്ക് ആഘോഷിക്കാം. പക്ഷേ ആഘോഷിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് എം സ്വരാജ് എന്നതുകൊണ്ട് തന്നെ. അത് മറ്റാരുമല്ല, സംഘപരിവാർ ശക്തികളാണ്, സംഘടനകളാണ്. RSS ഉണ്ട്, BJP ഉണ്ട്, മറ്റ് സംഘപരിവാർ സംഘടനകളുണ്ട്. അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആഘോഷം പങ്കുവെക്കുന്നത്, സന്തോഷം പങ്കുവെക്കുന്നത്. ആ സന്തോഷം ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസ്സുകാരുണ്ട്. ആ ആഘോഷം, സന്തോഷം ഏറ്റെടുക്കുന്നതിൽ മുസ്ലിം ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും RSSും BJPയും സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന ഓരോ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ സാഹചര്യത്തിലാണ് എം സ്വരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്, പരാജയത്തിന് ശേഷം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. തുടങ്ങുന്നത് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യ വരി തന്നെ നോക്കുക. പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ എന്നാണ് ആദ്യത്തെ വരി. അതിനുശേഷം എം സ്വരാജ് പറയുന്നു, തെരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. LDFന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാരമാണ്. വർഗീയ വിഷ വിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു എം സ്വരാജ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് ആരായിരിക്കും? വർഗീയ വിഷ വിതരണക്കാരി മറ്റാരുമല്ല, ശശികല ടീച്ചർ തന്നെയാണ്. ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, പരാജയപ്പെട്ടതിൽ ഏറെ ആഹ്ലാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം എം സ്വരാജ് ഉപയോഗിക്കുന്ന വാചകമുണ്ട്. അതിങ്ങനെയാണ്, വർഗീയ വിഷ വിതരണക്കാരി മുതൽ എന്ന് വെച്ചാൽ ശശികല ടീച്ചർ മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ എന്ന് വെച്ചാൽ ശ്രീജിത്ത് പണിക്കർ വരെ എന്നാണ് പറയുന്നത് എം സ്വരാജ്. ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ എം സ്വരാജ് പരാജയപ്പെട്ട ദിവസം 16ഓളം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇട്ടത്. എം സ്വരാജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, LDFനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ആഘോഷം അദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കുന്ന ശ്രീജിത്ത് പണിക്കരെയും ഞാൻ കണ്ടതാണ്. അതുകൂടിയാണ് എം സ്വരാജ് ഇവിടെ പരാമർശിക്കുന്നത്. വർഗീയ വിഷ വിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട്. RSSന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാരം ആഘോഷിച്ച് തകർക്കുകയാണ്. ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് LDF പരാജയം അവരും ആഘോഷിക്കുന്നു. സംഘപരിവാറിൻ്റെ അതേ സ്വരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ജിഹുവായ മീഡിയ 1 ചാനലിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ നടത്തുന്ന ഒരു ചർച്ചയുണ്ട്, ഇരുട്ടുമുറി ചർച്ച എന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ അതേക്കുറിച്ച് ട്രോളാറുണ്ട്. അതിൽ പൂർണ്ണമായും എം സ്വരാജിൻ്റെ പരാജയം ആഘോഷിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന വർത്തമാനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഹിന്ദുത്വ ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടി എന്ന രീതിയിലാണ് അവർ, എന്ന് വെച്ചാൽ മീഡിയ 1 ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണോ സംഘപരിവാർ ഈ പരാജയത്തെ, എം സ്വരാജിൻ്റെ പരാജയത്തെ ആഘോഷമാക്കി മാറ്റുന്നത്, അതിൻ്റെ ഒരു ഓരം ചേർന്ന് നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ആഘോഷിക്കുന്നു എന്നാണ് എം സ്വരാജ് പറയുന്നത്. ഇക്കാര്യത്തിൽ സംഘപരിവാരത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാര നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് LDF പരാജയം അവരും ആഘോഷിക്കുന്നു. LDFന്റെ പരാജയം UDFന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാരവും ഇസ്ലാമിക സംഘപരിവാരവും ഒരുമിച്ച് തെളിയിക്കുന്നു. ആരാണ് ഇസ്ലാമിക സംഘപരിവാരം? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എം സ്വരാജ് സൂചിപ്പിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്നത് മറ്റാരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയും അനുബന്ധ സംഘടനകളുമാണ് എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ
സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല എന്ന് പറഞ്ഞാണ് എം സ്വരാജ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ പ്രധാനമാണ്. ഇസ്ലാമിക സംഘപരിവാരവും എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന എന്ത് നിലപാടാണോ ഹിന്ദുത്വ കക്ഷികൾ സ്വീകരിക്കുന്നത്, ഹിന്ദുത്വ സംഘടനകൾ സ്വീകരിക്കുന്നത്, സംഘപരിവാറുകാർ സ്വീകരിക്കുന്നത്, അതേ നിലപാടിൻ്റെ എതിർവശം, ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന പോലെ സ്വീകരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാറും രണ്ടും ഒന്ന് തന്നെ എന്ന് പറയുകയാണ് എം സ്വരാജ്. അതോടൊപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, ഹിന്ദുത്വ താലിബാൻ. ആരാണ് ഹിന്ദുത്വ താലിബാൻ? സംശയമില്ല, സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്, RSS തന്നെയാണ്, BJP തന്നെയാണ്. ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൂടി ഈ പോസ്റ്റിൽ സംഭാവന ചെയ്യുന്നുണ്ട് എം സ്വരാജ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അവസാനത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാരവും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിറത്തിലുമുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല. അതിനേക്കാൾ വലിയ അഭിമാനവും ആഹ്ലാദവും വേറെയില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ആഘോഷ പ്രകടനങ്ങൾ സംഘപരിവാരവും ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ കൈകൊട്ടി നിറഞ്ഞ് ആടി ചിരിക്കുകയാണ്. എന്തുകൊണ്ട് രണ്ടുപേർക്കും എം സ്വരാജ് ശത്രുവാകുന്നു എന്ന്, എന്തുകൊണ്ട് രണ്ടുപേർക്കും എം സ്വരാജ് പ്രധാനപ്പെട്ട എതിരാളിയാകുന്നു എന്ന്, അതിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് തന്നെയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സംഘപരിവാറുകാരെ ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയെയും വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. മതേതരത്വ നിലപാടിൽ ഉറച്ച് എല്ലാ ഭീകരവാദികളെയും ഒരേപോലെ എതിർക്കുന്ന എം സ്വരാജിൻ്റെ നിലപാട് രണ്ടുപേരെയും നന്നായി പൊള്ളിക്കുന്നു. അവരോടൊപ്പം ചേർന്നാണ് കോൺഗ്രസ് ജയിക്കുന്നത്, അവരോടൊപ്പം ചേർന്നാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത് എന്നത് കേരളത്തിൽ ഇന്ന് അത് വലിയ ചലനമുണ്ടാക്കില്ല എങ്കിലും നാളെ അത് അപകടകരമാകും എന്ന മുന്നറിയിപ്പാണ് എം സ്വരാജ് നൽകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇലക്ഷൻ പരാജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. കാരണം എൻ്റെ നിലപാട് ശരിയാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച, CPM ഉയർത്തിപ്പിടിച്ച, LDF ഉയർത്തിപ്പിടിച്ച നിലപാട് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരു വിഭാഗവും എന്ന് വെച്ചാൽ ഹിന്ദുത്വ താലിബാനും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംഘപരിവാറുകാരും തന്നെ എതിർക്കുന്നത്, തങ്ങളെ എതിർക്കുന്നത്, LDFനെ എതിർക്കുന്നത്, CPMനെ എതിർക്കുന്നത്. അത് ആഹ്ലാദം നൽകുന്ന കാര്യം തന്നെയാണ് എന്നാണ് എം സ്വരാജ് പറഞ്ഞു വെക്കുന്നത്.